തന്ത്രപരമായ ഒരു പുതിയ നീക്കത്തിലേക്ക് നീങ്ങുകയാണ് ഇന്ത്യ ഇപ്പോൾ. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി പ്രദർശിപ്പിക്കുകയും പങ്കാളിത്ത സേനയ്ക്ക് പരസ്പര പ്രവർത്തനക്ഷമത വളർത്തുന്നതിന് ഒരു വേദി ഒരുക്കുകയും ചെയ്യുകയാണ് ഇന്ത്യയിൽ. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമായ തരംഗ് ശക്തി ആരംഭിക്കുന്നു. US, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള വ്യോമസേനകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമായ തരംഗ് ശക്തിയിൽ പങ്കെടുക്കും. തരംഗ് ശക്തിയുടെ ആദ്യഘട്ടം ഓഗസ്റ്റ് 6 മുതൽ 14 വരെ തമിഴ്നാട്ടിലെ സുലൂരിലും, രണ്ടാം ഘട്ടം ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 14 വരെ രാജസ്ഥാനിലെ ജോധ്പൂരിലും നടക്കും. 51 രാജ്യങ്ങളെ ഈ അഭ്യാസത്തിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ടുണ്ട് എന്നും അതിൽ 30ഓളം രാജ്യങ്ങൾ ഇതിൽ പങ്കെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇന്ത്യയുടെ കരുത്തന്മാരായ ഇന്ത്യൻ എയർഫോഴ്സിന്റെ LCA തേജസ്, മിറാഷ് 2000 റാഫേൽ എന്നിവ ഈ മെഗാ അഭ്യാസത്തിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ ഫ്രാൻസിൽ നിന്നുള്ള റഫേൽ, ജർമ്മനിയിൽ നിന്നുള്ള ടൈഫൂൺ, ഓസ്ട്രേലിയയിൽ നിന്നുള്ള F-18, ഗ്രീസിൽ നിന്നുള്ള F-16 എന്നിവയും തരംഗ് ശക്തി അഭ്യാസത്തിൽ പങ്കെടുക്കും. ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ നാഴികക്കല്ലായ സംഭവമാണിതെന്നും 51 രാജ്യങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇന്ത്യയിൽ നടത്തിയ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വ്യോമാഭ്യാസമാണ് ഇതെന്നുമാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. അതുപോലെ തന്നെ എയർ ഓപ്പറേഷൻസ്, എയർ പവർ ആപ്ലിക്കേഷൻ, റിയലിസ്റ്റിക് പരിതസ്ഥിതിയിൽ ഒന്നിലധികം യുദ്ധ സാഹചര്യങ്ങൾ പരിശീലിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ധാരണ വർദ്ധിപ്പിക്കുന്നതിന് സങ്കീർണമായ ദൗത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നുമുണ്ട്. ഈ അഭ്യാസം കൊണ്ട് പ്രധാനമായും ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിലെ കുതിച്ചുയരുന്ന തദ്ദേശീയ പ്രതിരോധ ആവാസ വ്യവസ്ഥയെ പ്രദർശിപ്പിക്കുകയും ആത്മനിർഭർ ഭാരതത്തിനോടുള്ള നമ്മുടെ ദൃഢനിശ്ചയം ഉയർത്തിക്കാട്ടുകയുമാണ്. ഈ അഭ്യാസത്തിന്റെ ഭാഗമായി പ്രതിരോധ പ്രദർശനവും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. DRDO, പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വ്യോമയാന വ്യവസായം, CSR ലാബുകൾ, മികച്ച സ്റ്റാർട്ടപ്പുകൾ എന്നിവയിൽ നിന്നുള്ള പങ്കാളിത്തവും ഉണ്ടായിരിക്കും. എന്നാൽ റഷ്യയും ഇസ്രായേലും ഈ അഭ്യാസത്തിൽ പങ്കെടുക്കുകയില്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.